നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന ട്രെയിനിനെ മറ്റൊരു ട്രെയിൻ ഓവർടേക്ക് ചെയ്തു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: two trains of equal length are running on parallel lines in the same direction at 72 km/h and 36 km/h. The faster train passes the slower train in 30 seconds. The length of each train is. അതായത് തുല്യ നീളമുള്ള രണ്ട് ട്രെയിനുകൾ പാരലൽ ആയിട്ടുള്ള ട്രാക്കിൽ കൂടി ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു. ഒന്നാമത്തെ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 72 km/h രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 36 km/h. അപ്പോൾ സ്പീഡിൽ വരുന്ന ട്രെയിൻ സ്ലോ ആയി റൺ ചെയ്യുന്ന ട്രെയിനിനെ 30 സെക്കൻഡ്സിനുള്ളിലാണ് ഓവർടേക്ക് ചെയ്തു എങ്കിൽ ആ രണ്ട് ട്രെയിനിന്റെയും ലെങ്ത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രെയിനിന്റെ ലെങ്ത് ആണ്. രണ്ട് ട്രെയിനുകളും ഈക്വൽ ലെങ്ത് ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന ബേസിക് ഫോർമുല തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ അതിൽ നിന്നും ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് നമുക്ക് എടുക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് ട്രെയിനുകളുടെയും ലെങ്ത്തുകളുടെ സമ്മാണ്. സോ അവ ഈക്വൽ ആണ്. അതുകൊണ്ട് ഒരു ട്രെയിനിന്റെ ലെങ്ത് എക്സ് ആയിട്ട് എടുത്താൽ മറ്റേ ട്രെയിനിന്റെ ലെങ്തും എക്സ് തന്നെയാണ്. സോ 2x ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഇവരുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെ സ്പീഡ് റിലേറ്റീവ് സ്പീഡ് എന്ന കോൺസെപ്റ്റിലാണ് വരിക. കാരണം രണ്ട് ട്രെയിനുകളും സെയിം ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് അവരുടെ സ്പീഡുകളുടെ ഡിഫറൻസ് ആണ്. അതായത് 72 മൈനസ് 36 km/h which is equal to 36 km/h. That means 36 km/h ആണ് അവരുടെ റിലേറ്റീവ് സ്പീഡ്. ഇനി ഈ 36 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണ്ടേ? സോ എന്ത് ചെയ്യണം? 36 × 5/18. സോ നമുക്ക് എന്ത് കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് കിട്ടുന്ന റിലേറ്റീവ് സ്പീഡ്. ഇനി ടൈം ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? എത്രയാണ്? 30 സെക്കൻഡ്സ് അല്ലേ? സോ ഡിസ്റ്റൻസ് 2x ഈക്വൽ ടു 10 × 30 വിച്ച് ഈസ് ഈക്വൽ ടു 300. അങ്ങനെയാണെങ്കിൽ ഒരു ട്രെയിനിന്റെ ലെങ്ത് എത്രയാണ്? എക്സ് ആണ് അല്ലേ? സോ എക്സ് ഈസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 150 മീറ്റർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.